ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-19 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവായ ദൈവമേ, പിതാവായ ദൈവം, കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങയെ അഭിഷേകം ചെയ്ത് ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് പിതാവായ ദൈവം അങ്ങയെ അയച്ചതുപോലെ മാമോദിസ എന്ന കുദാശയിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട് അങ്ങയുടെ ശിഷ്യനും ശിഷ്യയുമായി സ്വീകരിച്ച ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറച്ച് അവിടുന്ന് ഈ ലോകത്തേക്ക് ഞങ്ങളെ അയച്ചിരിക്കുന്നുവെന്ന് ഈ വചനത്തിലൂടെ ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ ഓരോരുത്തരും ഈ വചനം അങ്ങയോട് ചേർന്ന് പറയുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവിൻ്റെ ആത്മാവെൻ്റെ മേലുണ്ട് എന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തരും നമ്മുടെ ചങ്കിൽ കൈവച്ചുകൊണ്ട് പറയണമേ, കർത്താവിൻ്റെ ആത്മാവെൻ്റെ മേലുണ്ട്. എന്തിനു വേണ്ടി? ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി. അതുപോലെ ബന്ധിതർക്ക് മോചനം, പലതരത്തിലുള്ള പാപസ്വഭാവങ്ങൾക്കും ദുശീലങ്ങൾക്കും ദുസ്വഭാവങ്ങൾക്കും അടിമപ്പെട്ട് കഴിയുന്ന ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് മോചനവും അന്ധർക്ക് കാഴ്ച, അറിവില്ലാത്തവർക്ക് അറിവ് കൊടുത്തുകൊണ്ട് അവരെ അറിവിലേക്ക് നയിക്കുവാനും അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിൽ കഴിയുന്ന ഓരോ മനുഷ്യനും അതിൽ നിന്ന് വിമോചനവും കൊടുക്കുവാൻ വേണ്ടിയും അതോടൊപ്പം കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അഭിഷേകം ചെയ്ത് അയച്ചിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.